ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. പണ്ഡിതാഗ്രേസരനായ മേൽപുത്തൂർ നാരായണ ഭട്ടതിരി ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ച നാരായണീയത്തെ നാരായണീയ മധുരമായി നമ്മൾ ആസ്വദിക്കുന്നു. ഇന്ന് 122 ദിവസം 12 ദശകത്തിൽ 4 ശ്ലോകം നമ്മൾ വിചാരം ചെയ്യുന്നു. ശ്ലോകം, അർത്ഥം, ശ്ലോകം, ഭാഷാഗാനം എന്ന രീതിയിൽ ഈ നാരായണീയ മധുരത്തെ ഭഗവാന്റെ പാദങ്ങളിൽ, ഭട്ടപാദരുടെ പാദങ്ങളിൽ, ഭക്തജനങ്ങളുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്കുഷ്ഠമാത്ര വപുരുൽപതിത പുരസ്താൽ ഭൂയോധ കുംഭി സദൃശ സമജൃംഭധാസ്ത്വം അഭ്രേ തഥാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈർ വിസ്മേരതാം വിധിരഗാൽ സഹസൂനുഭിസ്വൈ. ത്വം പുരസ്താൽ അങ്കുഷ്ഠമാത്ര വപു ഉത്പതിതഃ അഥാ ഭൂയ കുംഭിസദൃശഃ സമജൃംഭഥ വിധി അഭ്രേ തഥാവിധം ഉച്ചൈഭവന്തം ഉദീക്ഷ്യ സ്വൈ സൂനുഭി സഹ വിസ്മേരതാം അഗാത്. ഭഗവാൻ സമഭവ ശിശുകോലരൂപി എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. ഇന്ന് 4 ശ്ലോകത്തിൽ പറയുന്നു, ത്വം പുരസ്താൽ അങ്കുഷ്ഠമാത്ര വപു ഉത്പതിതഃ. അവിടുന്ന് ആദ്യം ഒരു പെരുവിരലിൻ്റെ അങ്കുഷ്ഠമാത്രം, ആ പെരുവിരലിൻ്റെ വലിപ്പത്തിൽ പുറത്തേക്ക് ചാടി. മൂക്കിൻ്റെ ഉള്ളിലെ അല്ലേ, ബ്രഹ്മാവിൻ്റെ മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടി. അത് കഴിഞ്ഞിട്ടോ അഥാ ഭൂയ
കുംഭിസദൃശ സമജൃംഭത. എന്താ കുംഭി എന്ന് പറഞ്ഞാൽ? അത് ആന അല്ലേ? പിന്നെ ക്രമേണ അധാ ഭൂയ കുംഭിസദൃശ സമജൃംഭത, ആനയുടെ വലിപ്പത്തിൽ വളർന്നു. വിധി അഭ്രേ തഥാവിധം ഉച്ചൈഭവന്തം ഉദ്ദീക്ഷ്യ. ആനയുടെ വലിപ്പത്തിൽ എന്ന് പറഞ്ഞാൽ വലുതായി, വളരെ വലുതായി, ആകാശത്തോളം. അങ്ങനെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഉന്നത ശരീരനായ ഉച്ചൈഭവന്തം ഉദീക്ഷ്യ, അവിടുത്തെ കണ്ടിട്ട് സ്വൈ സൂനുഭി സഹ വിസ്മരേതാം അഗാത്, ആ മരീച്യാദി പുത്രന്മാരോടൊപ്പം വിസ്മയത്തെ പ്രാപിച്ചു. എന്ന് വെച്ചാൽ അവരൊക്കെ അത്ഭുതപ്പെട്ടു. മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു തുടങ്ങിയ ബ്രഹ്മപുത്രന്മാരുണ്ട്, മഹർഷീശ്വരന്മാര്, പ്രജാപതിമാര്. അവര് ഈ ബ്രഹ്മാവിനോടൊപ്പം ഭഗവാന്റെ ഈ ദിവ്യമായ സ്വരൂപം കണ്ട് അത്ഭുതപ്പെട്ടു എന്ന് പറയുന്നു. ആ ശ്ലോകം ഒരിക്കൽ കൂടി നമുക്ക് ചൊല്ലാം. അങ്കുഷ്ഠമാത്ര വപുരുത്പതിത പുരസ്താൽ ഭൂയോധ കുംഭിസദൃശ സമജൃംഭധാസ്ത്വം അഭ്രേ തഥാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈർവിസ്മേരതാം വിധിരഗാൽ സഹ സൂനുഭിസ്വൈ. ഇനി നമുക്ക് ശ്രീഹരിയ ഭാഷാഗാനത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി എല്ലാവരെയും അറിയിക്കട്ടെ. ഇവിടെ ഇപ്പോൾ കുന്നംകുളത്തിനടുത്ത് ചിറ്റഞ്ഞൂരിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നാളെ സമർപ്പിക്കും. അതായത് മെയ് 3-ാം തീയതി ഉച്ചയ്ക്ക് 10 മണിയോടുകൂടി 12-ാം അധ്യായം പാരായണം ചെയ്ത് സമർപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. അതേസമയം നാളെ തന്നെ ഞായറാഴ്ച 3-ാം തീയതി വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം മാഹാത്മ്യ പ്രഭാഷണത്തോടുകൂടി അമ്പലപ്പാറയ്ക്കടുത്ത്, പാലക്കാട് ജില്ലയിലെ അമ്പലപ്പാറയ്ക്കടുത്ത് മേലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തിരി തെളിയുകയാണ്. വൈശാഖമാസത്തിൽ ഒരിക്കൽ കൂടി ഭഗവാന്റെ ആ വൈകുണ്ഠമൂർത്തിയുടെ അപദാനങ്ങൾ പാടാൻ ഭഗവാൻ അവസരം തന്നിരിക്കുന്നു. അപ്പോൾ കഴിയുന്ന ആളുകൾ, നിങ്ങളുടെ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ അമ്പലപ്പാറയ്ക്കടുത്ത് മേലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ പ്രത്യേകം ക്ഷണിക്കുന്നു. എല്ലാവരെയും സാദരം അവിടേക്ക് എത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഭാഷാഗാനം ശ്രീഹരിയം പാടാം. നാരായണ 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 സുകരമൂർത്തേ പെരുവിരൽ വലുപ്പത്തിലുള്ള രൂപം വളർന്നല്ലോ ആന പോലെ അതിവേഗം ആകാശം മുട്ടേ ആശ്ചര്യചകിതനായി ആനന്ദതരളിതനായി അംബുജ സംഭവൻ ഭക്തിയോടെ പ്രാർത്ഥിച്ചു. നാരായണ 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 രാധാഗോവിന്ദ സുകരമൂർത്തേ ഹരിഹരി പാവന കീർത്തേ ജയ ജയ വരാഹമൂർത്തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ
നാരായണ.